എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ബോട്ടിലിൽ ആദ്യം തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കണം. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണക്കിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പീനട്ട് ഷെല്ലാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മുട്ടത്തോടൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കൈ വെച്ചിട്ട് കട്ട് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ വല്ല കത്രിക എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല, വെറുതെ വീഡിയോ ലെങ്തി ആവണ്ടല്ലോ വിചാരിച്ചിട്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം. നമ്മൾ സാധാരണ മുട്ടത്തോടൊക്കെ ഒട്ടിക്കില്ലേ, അതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓറഞ്ച് തൊലി വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണേ. ഞാനിപ്പോൾ ഇവിടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പീനട്ട് ഷെല്ല് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഞാൻ ആദ്യം ബ്രഷ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കി. ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിയായിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ സ്പോഞ്ച് വെച്ചിട്ടാണ് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. ബോട്ടിലിൽ മുഴുവനായിട്ടും ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ പീനട്ട് ഷെല്ല് ഒട്ടിച്ചത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മെറ്റാലിക് കളറും കൂടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ മുഴുവനായിട്ടും മെറ്റാലിക് കളർ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 3 റോസ് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ടാൽക്കം പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഫ്ലവർ ഉണ്ടാക്കുന്നതെന്നും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ സെയിം മെറ്റാലിക് കളർ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, ക്ലേ ഡ്രൈ ആയതിനു ശേഷം പിന്നീട് മെൽട്ടായി പോകുമോ എന്നുള്ളത്. നമ്മൾ ക്ലേ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ മെൽട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളിവിടെ ക്ലേ ഉണ്ടാക്കാനായിട്ട് ഉപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലേക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നീട് മെൽട്ടാവുന്ന പ്രശ്നമൊന്നും നമ്മുടെ ക്ലേക്ക് ഇല്ല. അപ്പോൾ അത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കേണ്ട. ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് മെൽട്ടാവും എന്നുള്ള പേടി വേണ്ട.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസ് കാണാം. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വാർണിഷൊക്കെ അടിച്ചപ്പോൾ നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിത് പുറത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അകത്ത് ലൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കളർ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇന്ന് എനിക്ക് പുതിയ കുറച്ച് കുപ്പികളും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ കാണിച്ചു തരാം. അനുവേട്ട ഫ്രണ്ട് തന്നിട്ടുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറേ കുപ്പികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.